അധർമ്മത്തിന്റെ വക്താവായി ഗുരുവിനെ മാറ്റാൻ ശ്രമിക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മനുഷ്യന്റെ ജാതി മനുഷ്യത്വം എന്നാണ് ഗുരുവിന്റെ സന്ദേശം. സാമൂഹ്യ പരിഷ്കർത്താവായ ഗുരുവിനെ മതനേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പനയിൽ ജീവനൊടുക്കിയ നിക്ഷേപകനെ അധിക്ഷേപിച്ചുള്ള വിവാദ പ്രസംഗത്തിൽ പ്രതികരണവുമായി എം മണി. താൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്നും സാബു ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതകളുമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും എം മണി ചോദിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ അനുകൂലിച്ച് മുതിർന്ന CPIM നേതാവ് P ജയരാജൻ 6 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണുള്ളതെന്നും P ജയരാജൻ ചോദിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. EP ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് FIR രേഖപ്പെടുത്താൻ പോലീസ്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് FIR രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത്. FIR ഇടുന്നതിനായി EP-യിൽ നിന്നും വീണ്ടും പരാതി എഴുതി വാങ്ങും. പരാതി വീണ്ടും നൽകാൻ EP ജയരാജനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി. കാലത്ത് 7 മണിയോടെ ഉമാ തോമസ് കണ്ണു തുറന്നെന്നും ഡോക്ടർമാരും മകനും സംസാരിക്കുന്നതിനോട് പ്രതികരിച്ചെന്നും മെഡിക്കൽ സംഘം പറഞ്ഞു. കാലുകൾ അനക്കിയും ചിരിച്ചുകൊണ്ട് മകന്റെ കൈകൾ പിടിച്ചതുമെല്ലാം MLA-യുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതിയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിലെത്തി CPIM-ന്റെ പ്രധാന നേതാക്കൾ. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, P ജയരാജൻ എന്നിവരാണ് ചടങ്ങിനെത്തിയത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന അപകടത്തിൽ പോലീസിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി. മൃദംഗ വിഷൻ ഉടമ M നികോഷ് കുമാർ, ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ ജനീഷ് PS എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിലാണ് ഹൈക്കോടതി വിശദീകരണം തേടിയത്. 2 മുൻകൂർ ജാമ്യാപേക്ഷകളും വെള്ളിയാഴ്ച ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിക്കും. ഉമാ തോമസ് MLA-ക്ക് വീണ് പരിക്കേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘാടകർ തട്ടിപ്പ് നടത്തുന്നുവെന്നും സംഭവത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും VD സതീശൻ പറഞ്ഞു. പരിപാടിയുടെ സംഘാടകർക്ക് CPIM ബന്ധമുണ്ട്. അതിനാലാണ് മന്ത്രി സജി ചെറിയാൻ അവരെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ആരെ രക്ഷിക്കാൻ ആര് ശ്രമിച്ചാലും തങ്ങളിവിടെ ഉണ്ടെന്നോർക്കണമെന്നും VD സതീശൻ പറഞ്ഞു. മണിപ്പൂർ ആക്രമണത്തിൽ ക്ഷമാപണവുമായി മുഖ്യമന്ത്രി N ബീരൻ സിംഗ്. ഈ വർഷം സംസ്ഥാനത്തുണ്ടായത് നിർഭാഗ്യകരമായ സംഭവങ്ങളാണെന്നും ഉണ്ടായ കാര്യങ്ങളിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2023 മുതൽ ഉണ്ടായ ആക്രമണങ്ങളിൽ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമായി. ചിലർക്ക് വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയതിന് പിന്നാലെ പ്രതികരണവുമായി കേന്ദ്ര സർക്കാർ. നിമിഷപ്രിയ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. കുടുംബം നടത്തിവരുന്ന ശ്രമങ്ങൾ അറിയാമെന്നും കുടുംബത്തിന് പിന്തുണ നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2024 മികച്ച ടെസ്റ്റ് ടീമിനെ തെരഞ്ഞെടുത്ത ക്രിക്കറ്റ് ഓസ്ട്രേലിയ. ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് പകരം ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത്. ബുംറയടക്കം 2 ഇന്ത്യൻ താരങ്ങളാണ് ടീമിൽ ഇടം പിടിച്ചത്. ഇന്ത്യൻ യുവതാരം യശസ്വി ജയ്സ്വാളിനെയാണ് ടീമിന്റെ ഓപ്പണറായി തിരഞ്ഞെടുത്തത്.